ഇത്തവണ ജയിൽ നോമിനേഷനിലൂടെ ജയിലിലായവര് അനീഷും ഇതുപോലെ തന്നെ അനുമോളും ആണല്ലോ. അനുമോള് പറയുന്നുണ്ട്, വീടിന്റെ ഉള്ളിൽ ഒരു ബഹളവും കേൾക്കാനില്ലല്ലോ അനീഷേട്ടാ, നമ്മൾ രണ്ടുപേരും ഇല്ല എന്നുണ്ടെങ്കിൽ വീടിനകത്ത് ഒരു അനക്കം പോലും ഇല്ല, നമ്മളാണല്ലോ പൊതുവെ അവിടുത്തെ ബഹളത്തിന്റെ ഒക്കെ കാരണക്കാര്. അനുമോൾ ചിരിച്ചുകൊണ്ടായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മുടെ അനീഷും തിരിച്ചു മറുപടി നൽകുന്നുണ്ട്, അവരകത്ത് നിന്ന് എന്തെങ്കിലും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാകും, നമുക്ക് കേൾക്കാത്തോണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ മാറി നിന്ന് ഗോസിപ്പൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും എല്ലാവരും കൂടെ. അപ്പൊ അനു ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് അനീഷിനോട്, അല്ല അനീഷേട്ടാ, നിങ്ങൾ എത്ര തവണ ജയിലിൽ വന്നിട്ടുണ്ട്, ആരുടെ കൂടെയാണ് നിങ്ങൾ ആദ്യം വന്നത്? അപ്പൊ അനീഷും തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്, ഞാൻ ആദ്യം ജയിലിൽ വന്നത് അനുവിന്റെ കൂടെ തന്നെയാണ്, പിന്നെ ഞാൻ ആദിലേന്റെ കൂടെ വന്നു, പിന്നെ ഞാൻ ഷാനവാസിന്റെ കൂടെ വന്നു, പിന്നെ ഞാൻ ലക്ഷ്മിയുടെ കൂടെ വന്നു, പിന്നെ ഞാൻ അനുമോളുടെ കൂടെ വീണ്ടും വന്നു. വീണ്ടും അനീഷിന്റെ അടുത്ത് അനുമോള് വളരെ സങ്കടത്തോടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാനല്ലേ ഈ വീടിനകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്, വളരെ മികച്ച രീതിയിൽ ഞാൻ തന്നെയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്നിട്ടും അനീഷേട്ടൻ എന്തുകൊണ്ടാണ് നെവിനാണ് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി തന്നത് എന്ന് പറഞ്ഞത്? അതെനിക്ക് സങ്കടമായി കേട്ടോ. ആ സങ്കടം മാറ്റാനായിട്ട് ഞാൻ എന്തായാലും ഈ കഞ്ഞി കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് രസകരമായ രീതിയിൽ തന്നെ തന്റെ ഫീലിങ്സ് അനീഷിന്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. അനീഷും പിണക്കമൊക്കെ മാറ്റി വെച്ചിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വരികയാണ്. കുറച്ച് ദിവസമായിട്ട് അനീഷ് ഭയങ്കര സങ്കടത്തിലാണ്. അതായത് ക്യാപ്റ്റൻസി നോമിനേഷൻ ഇത്തവണയെങ്കിലും അദ്ദേഹം വരുമെന്നാണ് അദ്ദേഹം തന്നെ സ്വയം കരുതിയത്. പക്ഷെ അത് നടന്നില്ല. ജയിൽ നോമിനേഷനിലാണ് അദ്ദേഹം വന്നത്. അടുത്ത തവണയെങ്കിലും ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻ ആകാം അനീഷേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോള് അനീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ബിഗ് ബോസിന്റെ ജയിലിൽ വരിക എന്ന് പറയുന്നത് തെറ്റ് ചെയ്യുന്നവർ മാത്രമല്ല അനീഷേട്ട, നമ്മളിവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാലും അങ്ങനെ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അനുമോൾ ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അനീഷും അതുപോലെ തന്നെ അനുവും തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്.